ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാനഡയിലാണുള്ളത്. ഇത് സിബിയുടെ നീസ് സ്റ്റെഫിയാണ്. ഞങ്ങൾക്ക് 2-3 കുട്ടികളുണ്ട് കാണാനായിട്ട്, റിലേറ്റീവ്സ്. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അവരെ കാണാൻ വന്നതാണ്. അപ്പം ഇന്ന് സ്റ്റെഫി ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തു. സ്റ്റെഫി, എന്നാ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചതിന്റെ സന്തോഷത്തിലിരിക്കുവാണ്. നല്ലായിരുന്നോ ക്രിസ്മസ്? അടിപൊളി. നിങ്ങളെന്നാ ചെയ്ത ക്രിസ്മസിന്? ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും ഓഫായിരുന്നു. അപ്പൊ നമ്മള് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇവര് വന്നു. അതാണ് മേജർ സെലിബ്രേഷൻ. അതെ. ഇപ്പൊ നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാ. മൈനസില് മഞ്ഞും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. അതെ, ഇപ്പൊ അഡ്ജസ്റ്റഡ് ആയി. അപ്പൊ സ്റ്റെഫിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പം സ്റ്റെഫിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ നാട്ടിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് 1 year വർക്ക് ചെയ്തിട്ട് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 year കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ ഇപ്പം സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞു, വർക്ക് പെർമിറ്റിൽ കയറി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം സ്റ്റെഫി നാട്ടിൽ നിന്ന് ഏജൻസി വഴിയാണോ വന്നത്? ഏജൻസി വഴിയാണ് വന്നേ. ഞാൻ നാട്ടില് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം സാൽവേ മരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ഏജൻസി വഴിയാണ് നമ്മുടെ പ്രോസസ്സിംഗ് ഫുൾ ചെയ്ത് വന്നത്. സാൽവേ മരിയ എല്ലായിടത്തും ഉള്ള ഒരു ഏജൻസിയാണ്. എല്ലാ ബ്രാഞ്ചസും ഉണ്ട്. നമുക്ക് എനിക്കിപ്പോ അവര് കുറെ അപ്കമിങ് ആയതുകൊണ്ട് കുറെ സ്ഥലത്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എളുപ്പമായിരുന്നോ പരിപാടി? പ്രോസസ്സിങ് അത്ര എളുപ്പമല്ലായിരുന്നു. കുറച്ച് നമുക്ക് കുറെ പേപ്പർ വർക്കും കാര്യങ്ങളും, പിന്നെ നമ്മൾ സ്പെഷ്യലി ലോൺ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട്. അപ്പം നല്ല ഓട്ടോ ഓടേണ്ടി വരും. പിന്നെ നമ്മൾ കോളേജസ് സെലക്ട് ചെയ്യണം, പിന്നെ നമുക്ക് പറ്റിയ കോഴ്സ് നോക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ഒരു കോളേജ് സെലക്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഒരു പ്രോവിൻസ്, ഇപ്പം എല്ലാവരും ഒന്റാറിയോ പ്രിഫർ ചെയ്യും, കാരണം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ പ്രോവിൻസ് സെലക്ട് ചെയ്തു. പിന്നെ ഒരു കോഴ്സ്, ഇപ്പം ഞാൻ പഠിച്ച ഫീൽഡിലുള്ള ഒരു കോഴ്സ്, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കോഴ്സ് അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ ആ കോഴ്സ് ഏതൊക്കെ കോളേജസിലാണ് ഇവിടെ ഒന്റാറിയോയിൽ ഉള്ളതെന്ന് നോക്കി. അങ്ങനെ അപ്പൊ പിന്നെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് ഓരോന്നിനെ എടുത്ത് അവസാനം ഒരു കോളേജ് സെലക്ട് ചെയ്തു. അങ്ങനെ പിന്നെ അവർക്ക് ഏജൻസിയോട് പറയുമ്പോൾ അവര് നമുക്ക് കുറെ ഓപ്ഷൻസ് തരും. ലൈക് നമ്മൾ എന്ത് കോഴ്സാ വേണ്ടെന്ന് പറയുമ്പോൾ, ഏതിന്റെ സ്ഥലം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അവർ നമുക്ക് കുറെ കോഴ്സസ് ഇങ്ങനെ കോളേജസ് ഓപ്ഷൻസ് തരും. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ. പിന്നെ ഇതിന്റെ പരീക്ഷകളോ? നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റോ അങ്ങനെയൊക്കെ വേണം. IELTS കമ്പൽസറിയാ. മിനിമം മാർക്ക് ഉണ്ടോ? 6.5 മിനിമം ആണെന്ന് തോന്നുന്നു. 6.5 മിനിമം സ്കോർ വേണം. എല്ലാം വേണം, ഓവറോളും വേണം. പിന്നെ ഇപ്പൊ മിക്ക ഏജൻസീസും IELTS ഒക്കെ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു അവര്. അങ്ങനെ ഞാൻ പോയില്ല. നമ്മള് സൂപ്പർ സ്മാർട്ട് നമ്മള് ഡയറക്റ്റ് എക്സാം യൂട്യൂബ് നോക്കി പഠിക്കുന്ന ഒരുവിധമൊക്കെ. യൂട്യൂബിൽ കുറെ ഇങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ക്ലാസ് നോക്കി പഠിച്ചാണ് ഞാൻ ചുമ്മാ പോയി എഴുതി. എത്ര നാളെടുത്തു ഈ പ്രോസസ്സിംഗ് വെച്ചാൽ നമുക്കിപ്പോ ബാങ്കിലൊക്കെ കുറെ പേപ്പേഴ്സ് വേണമായിരുന്നു. അതിന് കുറെ സമയം എടുത്തു. അപ്പം അത് ഫുൾ ബാങ്കിൽ നമുക്ക് കുറെ സമയം പോയി. ബാങ്കിൽ നമുക്കിപ്പോ ഓഫർ ലെറ്റർ കിട്ടിയാലേ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കോളേജ് സെലക്ട് ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടണം നമുക്ക്. നെക്സ്റ്റ് ഏത് ഇൻടേക്കിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിന് ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാങ്കിന്റെ പ്രോസസ്സിംഗ് കുറെ സമയം എടുത്തു. പിന്നെ ഞാൻ വന്ന സമയത്ത് കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് വിസ പ്രോസസ്സിംഗ് കുറെ 3 മാസത്തിനടുത്ത് വിസ വരാൻ. അപ്പൊ ഓൾമോസ്റ്റ് എനിക്കൊരു 1 year എടുത്തു മൊത്തം ചെയ്തു വരാൻ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആദ്യത്തെ പ്രോസസ്സ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റെഫി എങ്ങനെയായിരുന്നു തുടക്കം? നമ്മള് ഇപ്പം അവിടെ നിന്ന് ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. 5 ഫ്രണ്ട്സ്. അവരൊന്നും നാട്ടില് പരിചയമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഈ കോളേജ് സെലക്ട് ചെയ്തപ്പം വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ, ടെലഗ്രാം ഗ്രൂപ്പ് അങ്ങനെയൊക്കെ വഴി ഇവരെ സെയിം കോളേജിലുള്ള മലയാളി പിള്ളേരെ കിട്ടി. ഒന്നിച്ചു വന്നു. ആദ്യം താമസം എല്ലാവരും ഒരുമിച്ചായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ നമുക്ക് ആ വീടൊന്നും അധികം ഇഷ്ടപ്പെട്ട അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ തന്നെ തപ്പിയിട്ട് വേറെ വീട്ടിലേക്ക് മാറി.
വേറെ വീട്ടിലേക്ക് മാറി. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് തന്നെ അവിടെ അക്കോമഡേഷൻ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടുണ്ടായിരുന്നു ആദ്യമേ? വന്നപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇച്ചിരി പ്രശ്നമാണ്, ടൈറ്റ് ആണ്. പിന്നെ റെന്റ് ഒക്കെ അവർ നല്ല രീതിയിൽ എല്ലാരും കൂട്ടി. ഒരുപാട് പിള്ളേരും ഉണ്ട്. പിന്നെ അക്കോമഡേഷൻ അത്ര അവൈലബിളും അല്ലെന്ന് തോന്നുന്നു. ഒത്തിരി പേരുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ സ്ഥലങ്ങളില്ല. അങ്ങനെ പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇവരുണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കൂട്ടുകാർക്ക് എല്ലാരും ഒരേ ഇതില് വരുന്നവരായോണ്ട് എല്ലാരും അങ്ങനെ അങ്ങോട്ട് എല്ലാരും ഒരേ സ്റ്റേജിൽ നിന്ന് തുടങ്ങിയവരാ. എല്ലാവർക്കും ഒരേ സ്റ്റാർട്ടിംഗ് ഫേസ് ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴും ഉണ്ടോ ആ കൂട്ടുകാരുടെ കൂടെ തന്നെയാണോ ഇപ്പോഴും താമസിക്കുന്നത്? ഇപ്പോഴും ആ കൂട്ടുകാരുടെ കൂടെ തന്നെ. വീടിന്റെ ഒക്കെ ആവശ്യങ്ങൾ വന്നപ്പോ പലരും പല വഴിക്ക് അങ്ങനെ ജോലി അങ്ങനെയൊക്കെ മാറി. പക്ഷെ സ്റ്റിൽ ആ കൂട്ടിലുള്ള ഇത് എല്ലാവരും തന്നെയാണ്. അപ്പൊ അങ്ങനെ പിന്നെ എന്നാ സ്റ്റെഫി ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ള? കോളേജൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ കൂടുതലും നമ്മുടെ മലയാളി കുട്ടികളാണോ? ഞാന് പഠിച്ചത് ഇന്റർനാഷണൽ ക്യാമ്പസിലായിരുന്നു. അപ്പൊ ഇവിടത്തുകാരും ഇല്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കനേഡിയൻസ് ആൾക്കാർ മാത്രം. പുറത്തുനിന്നുള്ള ഇപ്പൊ ഫിലിപ്പീൻസിൽ നിന്നുള്ളവര്, കെനിയ, നൈജീരിയ, പിന്നെ നേപ്പാള്, അങ്ങനത്തെ ഇന്ത്യൻസ് ഉണ്ട്. പക്ഷെ എന്റെ ക്ലാസ്സിൽ മലയാളീസ് ഒക്കെ കുറവായിരുന്നു. നന്നാലും ഇങ്ങനത്തെ കേരള സാരി കൊടുത്ത ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നമ്മള് ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ഫുൾ മലയാളി ഗ്യാങ്ങാണല്ലോ. അപ്പൊ അങ്ങനെ അവരൊക്കെ അതൊക്കെ നല്ല കോളേജിലാണെങ്കിൽ നമ്മള് ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കോളേജ് ക്യാമ്പസ്. ഇനി സ്റ്റെഫി വന്നപ്പോ തൊട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? എനിക്ക് വന്ന സമയത്ത് ഞാൻ വന്നത് സമ്മർ ഇൻടേക്കിലാ. അപ്പം സമ്മർ ഇൻടേക്കില് ഇപ്പം എന്ത് പാർട്ട് ടൈം ജോബിലാണെങ്കിലും നമുക്ക് അവേഴ്സ് കൂടുതൽ കിട്ടും. പിന്നെ ഇവർക്കൊക്കെ ബിസിനസ് ഉള്ള സമയമാണ്. പൊതുവെ എല്ലാ റീറ്റെയിൽ റെസ്റ്റോറന്റ് ജോബിനൊക്കെ ബിസിനസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഹയർ ചെയ്യുമായിരുന്നു പെട്ടെന്ന്. അപ്പം ഞങ്ങൾ വന്നതിന്റെ ഒരു 5th ഡേയിൽ ഞങ്ങൾ ജോലിക്ക് കിട്ടി. എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടി ജോലി. നിങ്ങള് ജോലി ചെയ്യലും അപ്പം ക്ലാസ്സിൽ എത്ര ദിവസം ഉണ്ട് ഒരു ആഴ്ചയില്? അത് ഞാൻ വന്ന സമയത്ത് കോവിഡിന്റെ ടൈം അങ്ങനെ ആ ഒരു സമയമായിരുന്നോണ്ട് എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ ഫുൾ ഓൺലൈൻ ആയിരുന്നു. പോകണ്ടേ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കണ്ടിട്ടേ ഇല്ല. പിന്നെ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ആയപ്പം ഹൈബ്രിഡ് ആക്കിയായിരുന്നു. പകുതി ഒരു ദിവസം എല്ലാം പോണം, ബാക്കി 3 ദിവസം ക്ലാസ് ഉള്ള ആഴ്ചയില്. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യും? എത്ര മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്യും? അന്ന് എനിക്ക് ഞങ്ങൾ വന്നപ്പോ കുറെ റൂൾസിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 40 hours ചെയ്യായിരുന്നു, ഫുൾ ടൈം ചെയ്യാമായിരുന്നു. ഇപ്പം പക്ഷെ 24 hours ആക്കിയിട്ട് ഒരാഴ്ചയില് 24 hours നിങ്ങൾക്ക് ചെയ്യാവുള്ളൂ ഇപ്പത്തെ സ്റ്റുഡൻസിന്. അപ്പൊ കോളേജ് എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പം ബസ്സൊക്കെ കയറി അക്കോമഡേഷൻ ഒരു സ്ഥലത്ത്, കോളേജ് ഒരു സ്ഥലത്ത്, ജോലി വരെ അങ്ങനത്തെ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തൊന്നും ചെയ്തില്ല, ഒറ്റ സ്ഥലത്ത് തന്നെ ജോലി ചെയ്തു. ആ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും? അവിടെ തന്നെ. കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ തുടങ്ങുമ്പം സാധാരണ നമുക്ക് കിട്ടുന്ന ജോലികൾ എന്നതൊക്കെയാണ്? സാധാരണ കൂട്ടുകാരൊക്കെ എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നത്? ഞങ്ങളിപ്പോ കൂട്ടുകാരെല്ലാരും റെസ്റ്റോറന്റ് ജോലികളായിരുന്നു. പിന്നെ ഇങ്ങനെ കടകളിലൊക്കെ നമുക്കിപ്പം ഇങ്ങനത്തെ ഗ്രോസറി സ്റ്റോഴ്സ്, പിന്നെ മറ്റേ റീറ്റെയിൽ ഷോപ്പുകൾ, വാൾമാർട്ട് അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ജോലി, അങ്ങനത്തെ എല്ലാം എന്തും ചെയ്യാം നമുക്കിപ്പം ചെയ്യാൻ പറ്റില്ലാത്ത ചില ജോലികൾ നമ്മുടെ വർക്ക് പെർമിറ്റ് നമ്മൾ കാനഡയിൽ വരുമ്പോൾ ഇമിഗ്രേഷന്റെ അവിടെ നിന്ന് നമുക്ക് ഒരു സെറ്റ് ഓഫ് ജോലികളുണ്ട്. അത് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ നമുക്ക് എല്ലാം ചെയ്യാൻ. അപ്പൊ അതിന്റെ പേ ഒക്കെ ഇവിടുത്തെ മിനിമം വേജ് എത്രയാ? മിനിമം വേജ് അറൌണ്ട് 17 ആണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ വന്ന സമയത്ത് 15 സംതിങ് ആയിരുന്നു. ഇപ്പൊ അത് 17 or 18 ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് പെയ്ഡ് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ കോളേജ് സ്റ്റുഡൻസിന് ക്യാമ്പസിൽ മാത്രമേ ജോലി ചെയ്യാം. ഇതങ്ങനെയില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സ്റ്റുഡൻസിന് 24 hours ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുഴപ്പമില്ലല്ലോ. അതെ. പിന്നെ നമുക്ക് ബ്രേക്ക് ഒക്കെ വരും ഇടയ്ക്ക്. സ്കൂൾ കോളേജിലാണെങ്കിലും ബ്രേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ ടൈം ചെയ്യാം. 40 hours ചെയ്യാം. 40 hours നല്ല പൈസ കിട്ടും. ഹാപ്പി. പിന്നെ നമ്മുടെ ഇവിടുത്തെ സാധാരണ ഒരു നിങ്ങളിപ്പം 4 പേര് 5 പേരൊക്കെ ഒരുമിച്ചല്ലേ താമസിച്ചിരുന്നത്? അപ്പൊ ഒരു അക്കോമഡേഷന്റെ നമ്മളുടെ ഒരു മാസത്തെ റെന്റും അങ്ങനെയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ ഒന്ന് പറയാമോ? നമ്മള് ആദ്യം ഒരു വീട്ടിലാണ് താമസിച്ചേ. ലൈക്ക് ഒരു വീടിന്റെ ടോപ്പ് ഫ്ലോറിലായിരുന്നു. അത് 7 പേരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 450 നിങ്ങളെല്ലാം ഡിവൈഡ് ചെയ്യുമ്പോ അതിന്റെ കൂടെ നമ്മുടെ വാട്ടർ, ഇലക്ട്രിസിറ്റി, ചില വീടുകൾക്ക് എന്റെ താമസിച്ചോണ്ടിരുന്ന വീടിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഒരു 450 റേഞ്ചിനകത്ത് എല്ലാം നിൽക്കും.
റെന്റും യൂട്ടിലിറ്റീസും എല്ലാം വൈഫൈ ഇൻക്ലൂഡഡ് എല്ലാം പറ്റുമായിരുന്നു. പക്ഷെ ഇത് 7 ആൾക്കാർ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ആൾ കൂടുന്നതനുസരിച്ച് നമുക്ക് റെന്റ് കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ഗോയിങ് ഫോർവേഡ് നമ്മള് ഇങ്ങനെ കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് സ്പേസ് ആക്കാൻ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ കുറച്ച് എക്സ്പെൻസീവാ. പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. നമുക്കറിയാവുന്ന ആൾക്കാരാകുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ താമസിച്ചോണ്ടിരുന്ന ജോലി ചെയ്തതിന്റെ അടുത്തായിരുന്നോ? ആദ്യം അതായിരുന്നു. അത് നമ്മള് താമസിച്ചോണ്ടിരുന്നത് അങ്ങനെ ഒരു വീട് എടുത്ത് കോളേജിലേക്കും ജോലി സ്ഥലത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസ്, ഒരു 3 കിലോമീറ്റേഴ്സ് കോളേജിലേക്കും ഒരു 3 കിലോമീറ്റേഴ്സ് ജോലിയിലും. അപ്പൊ നിങ്ങൾ നടന്നു പോകുമോ അതോ ബസ്സോ ഇങ്ങനെ കാറ്? ബസ് എടുക്കും. ബസ് എടുക്കും. ബസ്സുകൾ എല്ലായിടത്തും ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെ എല്ലാ സ്റ്റോപ്പും എല്ലാം ഉണ്ട് ഇവർക്ക് പോകാനായിട്ട്. അപ്പൊ കമ്മ്യൂട്ടിങ് അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? ബസ് എപ്പോഴും സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് എല്ലാ വീടുകളുടെ അടുത്തടുത്ത് സ്റ്റോപ്പുകളുണ്ട്. പിന്നെ ബസ് നമുക്ക് ചാർജ്, നമുക്കൊരു കാർഡ് ഉണ്ട് പ്രസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. ആ കാർഡ് ചാർജ് ചെയ്താൽ മതി. ഒരു എനിക്കൊന്ന് പെർ ട്രാവൽ നമുക്കൊരു 340 അങ്ങനെ എന്തോ എടുക്കും. പിന്നെ അത് നമുക്ക് 1-2 hours അത് വെച്ചിട്ട് ട്രാവൽ ചെയ്യാം. ഫ്രീ ട്രാൻസ്ഫറാ. പിന്നെ നമ്മൾ പിന്നെയും ടാപ്പ് ചെയ്യുമ്പോൾ പിന്നെയും ചാർജ്. അങ്ങനെ പ്രസ്റ്റോ ചാർജ് ചെയ്തിട്ട് നമ്മൾ ബസ് ഇപ്പം എല്ലായിടത്തും വന്നു. പിന്നെ നമുക്ക് ഒട്ടും പറ്റില്ലാത്ത കണ്ടീഷൻസ് അല്ലെങ്കിൽ ഭയങ്കര സ്നോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബസ് ചില സമയത്ത് ഭയങ്കര ഡിലേ ആകുമ്പോൾ നമ്മൾ റൈഡ് വിളിച്ച് ഊബർ, ലിഫ്റ്റ് അങ്ങനത്തെ ആപ്പൊക്കെ വെച്ചിട്ട് സേഫ് ആണോ അങ്ങനെ പോകുന്നത്? അതൊന്നും ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല. താമസ സ്ഥലത്ത് ഒരു പ്രാവശ്യം സ്റ്റെഫിയുടെ കള്ളം കയറി എന്നൊക്കെ ഞാൻ കേട്ടില്ല. അത് ആരും തന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ സ്പെഷ്യൽ അത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കയറി. അതെ, എന്നതായിരുന്നു സ്റ്റെഫി എന്നാ എവിടെയാ താമസിച്ചോണ്ടിരുന്നത്? വീടായിരുന്നു, അപ്പാർട്ട്മെന്റ്? അതൊരു വീടിന്റെ ബേസ്മെന്റിലായിരുന്നു. അപ്പൊ ഞാൻ വേറെ ഫ്രണ്ട് ഞങ്ങള് ഒറ്റയ്ക്ക് ആ വീട്ടില് ഉള്ളു. പിന്നെ അതിന്റെ ടോപ്പ് ഫ്ലോറിൽ അതിന്റെ ഓണേഴ്സ് ഒരു ഹസ്ബൻഡ് വൈഫ് ഉണ്ടായിരുന്നു. അപ്പോ അവര് ജോലിക്ക് പോയി, എന്റെ ഫ്രണ്ട് ജോലിക്ക് പോയി, ഞാൻ മാത്രം, എനിക്ക് ഓഫ് ആയിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ അവരൊരു 3 പേരുണ്ടായിരുന്നു. അവര് വീട് ഇടിച്ചിട്ട് അകത്ത് കയറി. പക്ഷെ ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസിനൊക്കെ എന്തോ കാണിച്ച് ഹാക്ക് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഓണറിന് മറ്റേ ബർഗ്ലർ അലാം ഒന്നും അടിച്ചില്ല ആദ്യം. അപ്പൊ ഇവരകത്ത് കയറി അവരുടെ മേളത്തെ വീട്ടിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അത് എന്നിട്ട് ബേസ്മെന്റ് വന്ന് എന്റെ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോ ഞാൻ പിന്നെ ആളെ കണ്ടോണ്ടാണോന്ന് അറിയില്ല, പെട്ടെന്ന് അവരിറങ്ങി ഓടി. പിന്നെ ഞാൻ 911 ഒക്കെ വിളിച്ച് പോലീസ് വന്നു. അന്നേരം പേടി ഉണ്ടായില്ല. അന്നേരം എന്താ ഞാൻ വിചാരിച്ചു അവരുടെ വീട് അവരെപ്പോഴും എനിക്ക് അവര് മേളിലില്ലാന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ വീട്ടില് പണി എന്തോ നടക്കാന്ന് ഓർത്ത ഞാൻ ഈ സൗണ്ട് ഒക്കെ കേട്ടപ്പോ. പക്ഷെ ആക്ച്വലി അകത്ത് വന്ന് എന്നെ കണ്ടതോടെ അവര് പോയി. പെട്ടെന്ന് ആറി ഓക്കെ മിസ് എന്നൊക്കെ സുഖാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരിറങ്ങി ഓടി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു. പിന്നെ അപ്പം ഞാൻ പുറത്ത് നിന്നു. പിന്നെ അങ്ങനെ പക്ഷെ പിന്നെ സീനൊന്നും ആ ഏരിയ പക്ഷെ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഭയങ്കര ക്വയറ്റ് ആയിട്ട്, അധികം സ്റ്റുഡൻസും ഇല്ല. എനിക്ക് തോന്നുന്നു അവിടെ ഒന്നും ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ല, എല്ലാരും അവരുടെ സ്വന്തം വീടുകളൊക്കെ ആയിട്ട് താമസിക്കുന്ന ഏരിയ ആയിരുന്നു. പിന്നെ എനിക്ക് അറിയില്ല, ചിലപ്പം അവർ ടാർഗറ്റ് ചെയ്തതായിരിക്കും. അത് ഇവിടെ വന്നതിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, വല്ലാത്തൊരു എക്സ്പീരിയൻസ്, മറക്കില്ലാത്ത എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെ. പിന്നെ സ്റ്റെഫി ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാ? ഇഷ്ടമായോ? തണുപ്പൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ വന്നപ്പോ? ഞങ്ങൾ വന്ന സമയത്ത് തണുപ്പ് വിന്റർ അധികം സീനില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാം എക്സ്ട്രീമാ. സമ്മർ ആണെങ്കിൽ എക്സ്ട്രീം സമ്മർ, ഭയങ്കര ചൂട്. എത്ര വരെയൊക്കെ പോകും? എത്ര ഡിഗ്രി വരെയൊക്കെ പോകും? 30 ഒക്കെ എത്തിയെന്ന് തോന്നായിരുന്നു. ഭയങ്കര എക്സ്ട്രീം സമ്മർ ആയിരുന്നു. വിന്റർ ആകുമ്പം അതും എക്സ്ട്രീം. പക്ഷെ നമ്മളുടെ മുന്നേ വന്നവർ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നത് ഇതൊന്നും അല്ല സ്നോ എന്നൊക്കെയാ. അവരൊക്കെ ഭയങ്കര മിക്കവാറും ചില സമയത്തൊക്കെ എല്ലാം അടച്ചിടും, സ്റ്റോറൊക്കെ കംപ്ലീറ്റ് അടച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും സിവിയർ ആയിട്ട് ഞാൻ വന്ന ഈ ഇത്രയും നാളെ ഇടയ്ക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. -16 -17 ഒക്കെ -20 ഒക്കെ പോയി. അത്രയും തണുപ്പ് വന്നു. അത് ഇച്ചിരി പ്രശ്നം. അപ്പൊ ഇപ്പൊ സ്റ്റെഫിയുടെ കോഴ്സ് കഴിഞ്ഞില്ല? കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ പാർട്ട് ടൈം ചെയ്തോണ്ടിരുന്നിടത്ത് തന്നെ ഫുൾ ടൈം ആയി ജോലി ചെയ്യുക. ഇത്ര മണിക്കൂറൊന്നുണ്ടോ ഒരാഴ്ച? നമ്മൾ ഫുൾ ടൈമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യാൻ. പഠിത്തം കഴിഞ്ഞ് നമ്മള് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഫുൾ സ്റ്റഡി പെർമിറ്റിലാണല്ലോ. സ്റ്റഡി പെർമിറ്റിലാകുമ്പോൾ നമുക്ക് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻസിലെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 24 hours അല്ലെങ്കിൽ 20 hours എന്ന് പറഞ്ഞിട്ട്.
അത് കഴിഞ്ഞ് നമ്മൾ വൺസ് സ്റ്റഡി പെർമിറ്റ് കഴിയുമ്പം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്ത് വർക്ക് പെർമിറ്റിൽ നമുക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വർക്കർ സ്റ്റാറ്റസിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അത് എത്ര നാളത്തേക്ക്? 3 ഇയേഴ്സിലേക്ക് കിട്ടും. 3 ഇയേഴ്സിലേക്ക് കിട്ടും. 3 ഇയേഴ്സ്. അപ്പം ഇപ്പൊ 2 ഇയർ കോഴ്സ് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് 3 ഇയേഴ്സിലേക്ക് കിട്ടും. അപ്പം 3 ഇയേഴ്സിനുള്ളിൽ നമ്മള് അന്നേരം നമുക്ക് വർക്ക് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല. നമുക്ക് 40 hours ആണ് ഇതൊരു ഫുൾ ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് മാക്സിമം വർക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഒരു പരിധി കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടാക്സ് റിട്ടേൺ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് പൈസ കൊടുക്കണം. അതൊരു പരിധി കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ. പക്ഷെ 40 സേഫ് സോണിൽ ഇരിക്കാൻ വേണ്ടി 40 hours മാക്സിമം ചെയ്ത് അതുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് നമ്മള് മാറി അത് PR ആകണമെങ്കിലോ? അതിന് നമുക്ക് ഇവിടെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. മറ്റേ പോയിന്റ് സിസ്റ്റം ഉണ്ട്. കാനഡയുടെ ഫുൾ മറ്റേ പോയിന്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുറെ സ്ട്രീമുകളുണ്ട്. അത് ഞാനും പഠിച്ചോണ്ടിരിക്കുക. നമുക്കിങ്ങനെ കുറെ സ്ട്രീമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ പോയിന്റ് പക്ഷെ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ പോയിന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഒരു കുറെ നാട്ടില് ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ അതുപോലെ സ്കിൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെയാണ് കുറച്ചും കൂടി ഈസി അവർക്ക് കിട്ടാൻ. പക്ഷെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു പോസിറ്റീവ് രീതിയിലുള്ള നെക്സ്റ്റ് ഇയർ ഒക്കെ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം പല അർബൻ ഏരിയയിൽ നിന്ന് പലരും ഇങ്ങനെ റൂറൽ ഏരിയാസിലേക്ക് PR കിട്ടാൻ എളുപ്പമാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അതിനെ കുറിച്ച് അറിയാവോ എന്തെങ്കിലും? അതും എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോപ്പുലേഷൻ കുറവല്ലേ. അപ്പൊ അവിടെ ചെന്ന ആൾക്കാർ അവിടെ ഒരു ലൈഫ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് കാനഡയ്ക്ക് മാക്സിമം ആൾക്കാരെ ആ ഒരു സ്ഥലത്ത് കിട്ടുമല്ലേ. അപ്പൊ നമുക്ക് റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ PR ഒക്കെ കിട്ടാൻ. അതാണ് ഈ ആൾക്കാർ ഒന്റാരിയോന്ന് മാറി വേറെ പ്രോവിൻസിലേക്കൊക്കെ പോയി അവിടെ കുറച്ചും കൂടി ഈസിയാണ് കിട്ടാനെന്ന് പറയുന്നു. അങ്ങനെ ആരെങ്കിലും കിട്ടിയതായിട്ട് അറിയാവോ? അങ്ങനെ കിട്ടിയവരുണ്ട് അവിടെ. പക്ഷെ അവരൊക്കെ പിന്നെ അവിടെ ചെന്ന് അവിടെ അങ്ങ് നിൽക്കും. അവിടെ ആ ജോലി നമ്മള് പിന്നെ നമുക്കൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പഠിച്ചത് ഇങ്ങനത്തെ ഫീൽഡൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കമ്പനീസും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ്. അർബൻ ഏരിയാസിലാണ് കൂടുതൽ കമ്പനികൾ. എനിക്കൊരു മോസ്റ്റ്ലി ഒന്റാരിയോയിൽ തന്നെ കൂടുതലും തോന്നുന്നു. ഇപ്പൊ IT ഫീൽഡിലൊക്കെ ആണെങ്കിലും കൂടുതലും കമ്പനീസ് ഉള്ളത്. നമ്മൾ അവിടെ പോയാൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് നിൽക്കേണ്ടി വരും. ചിലപ്പോ കഴിയില്ലെങ്കിൽ ഞാൻ പോകും. എന്നാലും അങ്ങനെ ലൈഫ് ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്റ്റെഫി ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങ് പോന്നു, ഇനി അങ്ങോട്ട് തിരിച്ചു പോണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. എനിക്കും ബേസിക്കലി പോണെന്ന് അത്ര താല്പര്യമില്ല. ഞാന് നമ്മള് വന്നല്ലോ ഇവിടെ. നമ്മള് വന്നിട്ട് ഇനിയിപ്പോ നമ്മള് നമ്മുടെ സ്വന്തം എല്ലാ കാര്യങ്ങളും തന്നെ ഇതുവരെ ചെയ്തു. നമുക്ക് നമ്മുടെ ലൈഫ് ഇവിടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. സ്ട്രഗിൾ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. നമുക്കിപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലിയും ഒക്കെ സ്ട്രഗിൾസ് വരും, ഫിനാൻഷ്യലി ഒക്കെ വരും. പക്ഷെ നമ്മള് തന്നെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ തന്നെ അതിന് വഴി കണ്ടുപിടിക്കും. നമ്മളത് മാനേജ് പിന്നെ നമ്മള് വൺസ് നമ്മളൊരു നല്ല ഒരു വെൽ സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് വരുമല്ലോ. നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്തു. അങ്ങനെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യാറുണ്ട്. അതുണ്ട്, അതൊരു വലിയ കാര്യം. ഈ വിന്റർ ആവുമ്പോ എന്താണെന്ന് അറിയില്ല, തണുപ്പൊക്കെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതാണോന്ന് അറിയില്ല. വീട്ടുകാരെയൊക്കെ നല്ല രീതിക്ക് മിസ് ചെയ്യാറുണ്ട്. അത് ചിലപ്പം ഉണ്ടല്ലോ, അത് എല്ലായിടത്തും നമുക്ക് നേരത്തെ രാത്രിയാവില്ല, ഇരുട്ട കഴിക്കുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഫീലിംഗ്. അതെ അതെ, അത് എല്ലാവർക്കും ഇന്ന് ജോലിയൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറെ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ നിക്കുന്നത്. അപ്പം അതും ഒരു നല്ല ഒരേ രീതിയിലുള്ളവരാണ്. അതെ അതെ അതെ. ഒറ്റയ്ക്കൊക്കെ നിൽക്കുവാണെങ്കിൽ എനിക്ക് പിന്നെയും പ്രശ്നം. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇത് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ളൊരു ഗ്യാപ്പ് ഒന്നും ഇല്ല. ഒന്നെങ്കിൽ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ വീട്ടിലായിരിക്കും. നിങ്ങൾ ഞാനിങ്ങനെ കാണാറുണ്ട് പുറത്തൊക്കെ പോയി ഇതെല്ലാം അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല. അപ്പം എന്നോട് നാട്ടിലുള്ളവരൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, നല്ലതല്ലേ അങ്ങനെ പോയാല് പിള്ളേര്? ചിലരൊക്കെ പറയാറുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ പിള്ളേരെ വിട്ടാലോ. അപ്പം ഞാൻ പറയും 10ാം ക്ലാസ് കഴിഞ്ഞൊന്നും വിടണ്ട, ഇവിടെ വന്നൊക്കെ സ്ട്രഗിൾസ് പലതുണ്ട്. അപ്പൊ അവര് പറയാം, അപ്പൊ പിന്നെ എല്ലാരും പോയവരാരും തിരിച്ചു വരുന്നില്ലല്ലോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്നാ പറയാനുള്ളത്? അങ്ങനെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ
10 +2 കഴിഞ്ഞിട്ടും പിള്ളേരെ വിടുന്നതിനോട് എനിക്ക് അത്ര ഒരു ഇതില്ല. താല്പര്യമില്ല. ഇല്ല, നമ്മൾ കാണുന്നതാണല്ലോ ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുന്ന ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു ചിന്തിക്കാനുള്ള, നമ്മളിപ്പോ ഒരു 18 വയസ്സ് ചിന്തിക്കുന്നതും ഒരു 24 വയസ്സ് ചിന്തിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതെനിക്കറിയാം. ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പം നമുക്ക് പിന്നെ നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങും, കുറച്ചും കൂടി ഒന്ന് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ആരെയും കുറ്റം വരില്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഫ്രീഡം കിട്ടുമ്പം എന്താ ചെയ്യണം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളെ പാരന്റ്സ് നോക്കി കൊണ്ടുപോയി അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് ജീവിക്കും, ഇത്രയും ഫ്രീഡം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ വരുമ്പം മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഒന്ന് പഠിച്ച് ഒരു ഇരുത്തം വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് പൈസ കിട്ടിയാലും എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യത്തിന് പ്രയോറിറ്റീസ് കൊടുക്കണമെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കാനുള്ളൊരു വരും. അത് ശരിക്കും ഇപ്പൊ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്ത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈവൻ ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ 12th ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പോയിന്റ് സിസ്റ്റം ഭയങ്കരമായിട്ട് മാറ്റുമല്ലേ. അപ്പൊ നമുക്ക് പോയിന്റ്സ് കിട്ടാനും പാടാം. ഇപ്പൊ ഡിഗ്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ചെയ്തതിനൊക്കെ നാട്ടില് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൂടി കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരണം, എനിക്ക് ആഗ്രഹമുണ്ട് കാനഡയ്ക്ക് വരാൻ എന്നൊക്കെ പറയുവാണെങ്കിൽ സ്റ്റെഫി ഇപ്പൊ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളാണ്, അപ്പം വരാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുമോ അതോ അവരോട് ഒന്നുകൂടെ ആലോചിക്കണം എന്ന് പറയുമോ? അതിപ്പോ ആരുടെയും പ്രഷറിലൊക്കെ ഇങ്ങനെ പോകണം ഒന്നി തള്ളി വിടുന്നതാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ ഒരുപാട് കാരണങ്ങൾ കാണും. ഇപ്പൊ പാരന്റ്സ് ഇപ്പൊ അങ്ങനെ പോണം എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് തിരിച്ച് നാട്ടിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് സ്ട്രഗിൾസ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഫുൾ സ്ട്രഗിൾ തന്നെയായിരിക്കും. അതിപ്പോ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്നും അറിയേണ്ട വളർന്നതല്ലേ, നമ്മളെല്ലാം അവര് പാരന്റ്സ് ചെയ്തു തന്ന് വളർത്തിയതുകൊണ്ട് നമുക്ക് ജോലി എങ്ങനെയാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഇവിടെ വരുമ്പം ഇനീഷ്യലി എന്തായാലും സ്ട്രഗിൾ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ആരും നിർബന്ധിച്ച് വിട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് തിരിച്ചു പോകാനുള്ള കുറെ റീസൺസ് ആണ്. അപ്പൊ എന്റെ കേസിൽ ഞാൻ തന്നെ ഇഷ്ടപ്രകാരം വന്നതാ, അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതെ, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ നമ്മളിതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവർക്ക് വന്ന് സ്വന്തമായിട്ട് ലൈഫ് സെറ്റപ്പ് ചെയ്ത് പോവാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആരും തിരിച്ചു പോകാത്ത എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോ ഇവിടെ ഇത്രയും പൈസ മുടക്കി ഇപ്പൊ ഇവരൊക്കെ ലോൺ എടുത്ത് വന്നവരൊക്കെ ഇത്രയും പൈസ നമ്മൾ ഒറ്റയടിക്ക് അപ്പം ലോണൊക്കെ എടുത്ത് വന്ന് ഇവിടെ വന്ന് ലോണൊക്കെ തിരിച്ചടച്ച് നല്ലൊരു ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. നല്ല കഷ്ടപ്പാടുണ്ട്, ശരിക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറെ ഇപ്പം ക്ലൈമറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് മാറുമ്പം സമ്മറിന്ന് വിന്റർ വരുന്നു, വിന്ററിന്ന് നേരെ സമ്മർ വരുന്നു, അങ്ങനെയൊക്കെ മാറുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും പിന്നെ എക്സ്പെൻസസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. നല്ല റെന്റ്, യൂട്ടിലിറ്റീസ്, ഗ്രോസറി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പഠിക്കുന്ന കാലത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ നിന്ന് സഹായം ഇല്ലാതെ ഇവിടുത്തെ പാർട്ട് ടൈം ജോലി ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ അതോ ബുദ്ധിമുട്ടാണോ? നമ്മള് മാനേജ് ചെയ്തു. പക്ഷെ നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം നമ്മൾ നാട്ടിൽ നിന്നൊരു ഇത്ര എമൗണ്ട് നമ്മൾ അക്കൗണ്ടിൽ ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇടണമായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പം. അപ്പൊ അറൌണ്ട് ഒരു 6 lakh അങ്ങനെ എന്തൊരു റുപ്പി, അത് ഓരോ വർഷം മാറും തോന്നുന്നു. അപ്പൊ അത്രയും നമ്മൾ ഇടണമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഓൾമോസ്റ്റ് അറൌണ്ട് $600 നമുക്ക് മാസം നമുക്ക് കിട്ടും ആ ഇട്ട പൈസക്ക് അതിന്ന്. അപ്പം പക്ഷെ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒരു സെമസ്റ്ററിന്റെ ഫീസ് അടച്ചിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നെക്സ്റ്റ് സെമസ്റ്ററിലെ ഫീസ് നമ്മൾ തന്നെ അടയ്ക്കണം. എല്ലാരും അങ്ങനെ നാട്ടിൽ നിന്ന് നമുക്കിപ്പം ഒരു വഴിയിലേക്ക് നമുക്ക് മേടിക്കാം. പക്ഷെ എല്ലാരും സ്വന്തമായിട്ട് പാർട്ട് ടൈം ചെയ്ത് ഈ മറ്റേ പൈസ നമ്മളുടെ ഈ നമുക്ക് മാസം കിട്ടുന്ന പൈസ സേവ് ചെയ്തിട്ട് അതൊരു അറൌണ്ട് 10,000 CAD വരുമെന്ന് തോന്നുന്നു. അത് സേവ് ചെയ്തിട്ട് അത് അവര് അങ്ങനെയാണ് ഫീസ് അടയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് നമ്മള് പിന്നെ നമുക്ക് അപ്പം ഫീസ് അടയ്ക്കാനുള്ള പൈസ നമ്മളൊരു സൈഡിൽ ഇതാക്കുമ്പം മറ്റേ ഗ്രോസറി അങ്ങനത്തെ എക്സ്പെൻസസ് റെന്റ് ഒക്കെ നമ്മൾ പാർട്ട് ടൈമിൽ നിന്ന് എടുക്കുന്നു. സേവിങ്സ് ആയിട്ട് അങ്ങനെ വരാൻ ചാൻസ് കുറവാ. പക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പൈസയുടെ മാനേജ്മെന്റ് നമ്മൾ തന്നെ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുവോ? ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ താമസിക്കുവാണെങ്കിൽ കൂടെ എപ്പോഴും നമുക്ക് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ പോകുന്ന ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു അവരുടെ ഒരു സപ്പോർട്ട് എന്തായാലും കാണും. പക്ഷെ ഇവിടെ ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാലും അവർക്ക് അതിനുള്ള സാഹചര്യങ്ങള് കുറവല്ലേ. അങ്ങനെ
അങ്ങനെ ഒക്കെയാണ് കനേഡിയൻ ജീവിതം അല്ലേ? അങ്ങനെയൊക്കെയാണ് കനേഡിയൻ ജീവിതം. അപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പം ജോലിയൊക്കെ ചെയ്ത് ഇനിയിപ്പോ PR ഒക്കെ ഉടനെ കിട്ടുമായിരിക്കും അല്ലെ? ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഇപ്പൊ 2025 അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, കൂടുതൽ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗവൺമെന്റ് പറയുന്നതായിട്ട് അല്ലേ കേട്ടു. അപ്പം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് PR ഒക്കെ കിട്ടിയാ മതിയായിരുന്നു. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതികളും ജോലികളും പഠിത്തവും ഒക്കെ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ സ്റ്റെഫി ഇവിടെ ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് സ്റ്റെഫിയോട് തന്നെ ചോദിച്ചറിയാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.